മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും കത്തി നിൽക്കുന്ന സമയമാണിപ്പോൾ. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നത് നമ്മൾ കണ്ടത്. ഒരു ഷട്ടർ തകർന്നപ്പോൾ തന്നെ അവിടെ 4 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ തകർന്നാൽ എന്താവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, അല്ലെ? ഡാം തകർന്നാൽ വെള്ളം മാത്രമല്ല അതിലൂടെ വരുന്നത്, അതിലൂടെ ചളിയും മറ്റ് അവശിഷ്ടങ്ങളും വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര പ്രത്യാഘാതം ഉണ്ടാക്കും. 50 കൊല്ലം മാത്രം ആയുസ് പറഞ്ഞ ഡാമാണ് ഇപ്പോൾ 130 വർഷം പിന്നിട്ട് നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്ത അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഡാം തകർന്നാൽ 6 ജില്ലകളിലെ 40 ലക്ഷത്തോളം പേരാണ് ഇല്ലാതാവുന്നത്. 2011 റിപ്പോർട്ട് പ്രകാരം പുതിയ ഡാം നിർമ്മിക്കാൻ 600 കോടിയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് അത് 1400 കോടിക്ക് മുകളിലായിട്ട് വരും. തമിഴ്നാട് അനുമതി നൽകിയാൽ 5 മുതൽ 8 വർഷം വരെ എടുത്താണ് പുതിയ ഡാം നിർമ്മിക്കാൻ സാധിക്കുക. നിലവിൽ വിള്ളലുകൾ രൂപപ്പെട്ട ഡാം ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് നിലനിൽക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഷട്ടർ തകർന്ന തുംഗഭദ്ര ഡാമിന്റെ നിർമ്മാണ രീതിയും മുല്ലപ്പെരിയാറിന് സമാനമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു മഹാദുരന്തം